അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് എക്സാമൊക്കെ നല്ല വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്ത് ബെൽ ബട്ടണും കൂടി വെക്കിയാൽ മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാം ക്ലാസ്സിൽ നമ്മൾ ഖുർആൻ എക്സാം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒന്നാമത്തെ എക്സാമായിട്ട് വരുന്നത് അഖീദ. അഖീദയിൽ 4 പാഠങ്ങളാണ് എക്സാമിനുള്ളത്. ഒന്നാമത്തെ പാഠം പറയുന്നത് ഈമാൻ കാര്യങ്ങൾ. വളരെ സിമ്പിളായ ഒരു പാഠം, ഒരു വിഷയം. അതിലൊരു പാട്ടുണ്ട്. നമുക്ക് പാഠം ശ്രദ്ധിക്കാം. പുസ്തകം തുറന്ന് ഈ വീഡിയോ പരമാവധി കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കട്ടെ. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിൽ വരിക, ഈമാൻ കാര്യങ്ങൾ എന്നാൽ എന്ത് എന്നാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അവ ആറാകുന്നു. ഒരു പദ്യത്തിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ പദ്യം QR കോഡ് സ്കാൻ ചെയ്താൽ നല്ല ലളിതമായ രീതിയിൽ അത് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചത് അവയെ പരിപാലിക്കുന്നതും അല്ലാഹുവാകും. അവൻ ഒരുവനാണ്. അവന് ഒരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല. നമുക്ക് അതിനെല്ലാം പരിധിയുണ്ട്. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. ഇതാണ് പാഠം. ആരാധനയ്ക്ക് അർഹൻ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു മാത്രമാകുന്നു. ഈ പാഠത്തിൽ നിന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കിയാൽ ഉത്തരം എഴുതാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ 3 എഴുതുക എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം അള്ളാഹു ഒരുവനാകുന്നു. അവൻ, അത് ഇവിടെ ഇപ്പത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ ഒരുവനാകുന്നു. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവൻ. ഇതിന് ഈ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഉത്തരമായിട്ട് വരും. പക്ഷേ അവിടെ പറഞ്ഞിട്ടുള്ളത് 3 എഴുതുക എന്നാണ്. ചിലപ്പോൾ എക്സാമിന് 1 എഴുതുക, അല്ലെങ്കിൽ 4 എഴുതുക, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഭാഗം നല്ല വൃത്തി പോലെ ഒരു 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതിനാണ്. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ ഉണ്ടല്ലോ ഇവിടെ, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് നമുക്ക് പരിധിയുണ്ട്. എന്തിനെല്ലാം പരിധിയുണ്ട്? നമുക്ക് എന്തിനെല്ലാം പരിധിയുണ്ട്? അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയില്ല. നമുക്ക് പരിധിയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിനും പരിധിയുണ്ട്. അള്ളാഹുവിൻ്റെ അറിവിന് കാഴ്ചക്ക് കേൾവിക്കൊന്നും പരിധിയില്ല. ചോദ്യം എന്താ? നമുക്ക് പരിധിയുണ്ട് എന്തെല്ലാം? നമുക്ക് എല്ലാ കാര്യത്തിനും പരിധിയുണ്ട്. പിന്നെ ഇത് പൂരിപ്പിക്കാനുണ്ടാവും. ആരാധനയ്ക്ക് അർഹൻ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവാണ്. ഇതെന്ത് ചെയ്യണം? നല്ല ശ്രദ്ധിച്ച് മനപ്പാടാക്കി പരീക്ഷയ്ക്ക് പോകണം. പിന്നെ ഇവിടെ പൂരിപ്പിക്കുക, അതേപോലെ പാട്ട് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ വരി ആയിരിക്കൂല ഉണ്ടാവുക, ചിലപ്പോൾ എന്ത് ചെയ്യും, വൽ ഖദിരി ഖൈരി വേറെ വരിയായിരിക്കും. അപ്പോൾ ഈമാനുന ഡാഷ് വൽ കുത്തുബി വത്തഹലുക്കി, ഇത് 2 വരിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഉണ്ടാവുക വൽ ഖദിരി ഖൈരി, പിന്നെ ഇലാഹി ബിലാ സലൻ എന്നായിരിക്കും. അപ്പോൾ ഈ 2 വരി വെച്ചിട്ട് എന്ത് ചെയ്യണം? കാണാതെ പഠിച്ച് എക്സാമിന് തയ്യാറെടുക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠം ശ്രദ്ധിക്കാം. മലക്കുകൾ. ഇതിൽ മലക്കുകളെ പറ്റി പറയുമ്പോൾ മലക്കുകളുടെ പേരുകളും മലക്കുകളുടെ ജോലികളും ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1 ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, മുൻകർ, നക്കീർ, റഖീബ്, അതീദ്, മാലിക്, റിദ്വാൻ. ഇതിലാണ് മലക്കുകളെ പേരുകളും അവരുടെ ജോലികളും പറഞ്ഞത്. നമുക്ക് പാഠം ഒന്ന് ശ്രദ്ധിക്കാം.
ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണവർ. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും നാം അറിയേണ്ടതുണ്ട്. ഇതാണ് മലക്കുകളുടെ പേര്. ഈ മലക്കുകളുടെ പേരിൽ അവരുടെ ജോലി, മലക്കിൻ്റെ പേര്, ഇത് നല്ലവണ്ണം കാണാതെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോവാം. മലക്കുകളുടെ പേര് ചോദിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ജോലി കൊടുക്കും, പേര്, മലക്കിൻ്റെ പേര് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ആ ഭാഗം നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. അതിൻ്റെ തെതിരീഭാഗത്ത് നോക്കുന്നത് മലക്കുകൾ ആരാകുന്നു. ഒന്നാമത്തെ ചോദ്യം കൊടുത്തുള്ളത് മലക്കുകൾ ആരാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ. ഉണ്ടാവും. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ. അതാണ് ഒന്നാമത്തിന് ഉത്തരമായിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. മലക്കുകളുടെ വിശേഷണങ്ങൾ 3 എഴുതുക. അപ്പം മലക്കുകൾക്ക് ഇല്ലാത്തതും ഉള്ളതുമായ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. ഉറക്കമോ മറവിയോ ഇല്ല. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. ഇത് എങ്ങനെ പഠിച്ചാലും അത് സ്ത്രീകളല്ല, അവർ പുരുഷന്മാരല്ല, അവർക്ക് ഉറക്കമില്ല, മറവിയില്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. അങ്ങനെ ഓരോന്നാക്കി എഴുതിയാലും അതിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് പഠിക്കാം. മൂന്നാമത് മാലിക് അലൈഹി സ്വലാമിൻ്റെ ചുമതല എന്താണ് കണ്ടോ. അപ്പോൾ അവിടെ മാലിക് അലൈഹി സ്വലാം 9ാമത്തെ നമ്പറിലാണ് മാലിക് അലൈഹി സ്വലാം കൊടുത്തിട്ടുള്ളത്. മാലിക് അലൈഹി സ്വലാമിൻ്റെ ജോലി എന്താ? നരകം കാക്കുക. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നേരെ തിരിച്ചു വരും. നരകം കാക്കുന്ന മലക്കിൻ്റെ പേരെന്താകുന്നു? മാലിക് അലൈഹി സ്വലാം. അല്ലെങ്കിൽ സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേരെന്താകുന്നു? റിദ്വാൻ അലൈഹി സ്വലാം. അപ്പോൾ അത് ഈ ജോലികളും മലക്കുകളുടെ പേരുകളും നല്ല ശ്രദ്ധിച്ച് പഠിക്കണം. അടുത്ത് വന്നത് നമുക്ക് പാട്ട് ആസ്വദിക്കാമെന്നാണ്. അപ്പോൾ ഈ മലക്കുകളുടെ പാട്ട് നമ്മുടെ പറഞ്ഞുകൊണ്ട് ആ പാട്ട് പൂരിപ്പിക്കാനുണ്ടാവും. അപ്പോൾ ആ 2 വരി പാട്ട് നല്ല ശ്രദ്ധിച്ച് പഠിക്കാം. പിന്നെ യോജിക്കുക, നമ്മൾ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയും വരാൻ പരീക്ഷ കേട്ടോ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം. അപ്പോൾ ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാം സ്വർഗം കാക്കലല്ല. അപ്പോൾ എക്സാമിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഇതേപോലെ ഉണ്ടാവും. അവിടെയാണ് എഴുതേണ്ടി വരിക. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം. അപ്പോൾ വഹി എത്തിക്കുക എന്നാണ്. ഇത് ഡിസോർഡറിലാണ്. അപ്പോൾ ഇത് ഈ ബോക്സ് നേരെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. അത് എക്സാമിന് അങ്ങനെയാണ് ഷീറ്റ് വരിക. പിന്നെ മുൻകർ അലൈഹി സ്വലാം, അവിടെ നേരെ കൊടുത്തപ്പോൾ വഹി എത്തിക്കുക എന്നാണ്. അപ്പോൾ അതല്ലല്ലോ, ഖബറിൽ ചോദ്യം ചെയ്യുക എന്നാണ്. റിദ്വാൻ അലൈഹി സ്വലാം, അപ്പോൾ സ്വർഗം കാക്കുക. ഇസ്രാഫീൽ അലൈഹി സ്വലാം സൂർ എന്ന കാലത്തിൽ ഊതുക. വളരെ സിമ്പിളായ ഒരു പാഠമാണ് രണ്ടാമത്തെ പാഠം. ഇത് നമുക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് നോക്കാം. കിതാബുകൾ. മനുഷ്യരായ നാം ഉത്തമരായ സൃഷ്ടികളാണല്ലോ. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇഹപര വിജയമാണത്. അത് കരഗതമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സർവസ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണല്ലോ. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമ നിർദ്ദേശങ്ങളും അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. അവയെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം. പ്രവാചകരിൽ കൂടിയാണ് അത് ലഭിച്ചത്. അതിൻ്റെ വിശദീകരണം നൽകിയതും അവരാണ്. ആര്? പ്രവാചകന്മാർ. 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. അവയുടെ പേരുകളും എണ്ണവും അവ ഇറക്കപ്പെട്ട നബിമാരും ആരെല്ലാമാണെന്നും നാം പഠിച്ചിട്ടുണ്ട്. 4 കിതാബുകളുടെ ഭാഷ നമുക്ക് പഠിക്കാം. അപ്പോൾ കിതാബുകൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു എന്നാണ് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഫുർഖാനുൽ അദീം. അപ്പോൾ ഇനി അതിൻ്റെ ഭാഷ എന്താണ്? തൗറാത്ത് എന്ന കിതാബിൻ്റെ ഭാഷ ഇബ്രാനി, ഹിബ്രു എന്ന് പറയും. അതേപോലെ സബൂർ യൂനാനി, ഗ്രീക്ക് ഭാഷ. ഇഞ്ചീൽ സുരിയാനി, സിറിയക്ക് വെക്കാം. ഫുർഖാനുൽ അദീം അറബി, ഖുർആൻ ഷരീഫ് അറബി.
ഇതിൽ ഡിസോർഡർ ആക്കിയിട്ട് ഭാഷ കൊടുക്കാം. അത് ഭാഷ നേരെ എഴുതാനും വരും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അള്ളാഹു അത് അവതരിപ്പിച്ച കിതാബുകൾ എത്ര? അപ്പോൾ ഉത്തരം വളരെ സിമ്പിളാണ്, 4 കിതാബുകൾ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? അപ്പോൾ അതിന് ഉത്തരം വരുന്നത് എന്താണ്? നമ്മുടെ ജീവിത ലക്ഷ്യം മനുഷ്യരായ ജീവിത ലക്ഷ്യം, മനുഷ്യരായ നാം ഉത്തരമായ സൃഷ്ടികളാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഇഹപര വിജയം. അപ്പോൾ അവിടെ ഇഹപര വിജയം എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇഹപര വിജയം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? അത് കരഗതമാക്കാൻ ആണോ? അപ്പോൾ അത് അനിവാര്യമാണ് എന്ത്? അത് കിട്ടാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അപ്പോൾ അത് കിട്ടാൻ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സർവശക്തനായ അള്ളാഹുവിന് മാത്രം. അതൊന്നും അതിന് ഉത്തരമല്ല. മൂന്നാമത്തെ ഉത്തരം അത് കരഗതമാക്കണം. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. ഇനി കണ്ടെത്താം, ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്രയാണ്? അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ ഇവിടെ ഇട്ടുണ്ട്. ഒന്നായിട്ടുള്ള ഏടുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ള ബുക്കുകളിൽ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? പഠിച്ച് നോക്കണം. സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? അപ്പോൾ സബൂർ ഇറക്കപ്പെട്ട നബി ഉണ്ടാവും. സബൂർ ആർക്കാണ് ഇറക്കിയത്? അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമിന് സബൂർ ഇറക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരുടെ പേരുകൾ എഴുതാൻ വേണ്ടിയുള്ള കോളം കൊടുത്തിട്ടുണ്ട്. നബിമാരി കോളത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന് രണ്ട് ഡാഷായിട്ട് അപ്പോൾ എന്ത് ചെയ്യുന്നത്? കിതാബിൻ്റെ പേരുണ്ട്, പിന്നെ ഭാഷ ഉണ്ട്. അപ്പോൾ കിതാബ് എഴുതുമ്പോൾ ഭാഷ മനസ്സിലാവും. പിന്നെ ശീസ് നബിക്ക് എത്ര ഏടുകളാണ് ഇറക്കപ്പെട്ടത്? ഇതും കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല പഠിച്ചതാണ്. അപ്പോൾ ആ പാഠം നോക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ഉഷാറാക്കിയിട്ട് പഠിക്കണം. ഇനി നമുക്കിത് നോക്കാം. ഇത് നോക്കിയാൽ എല്ലാ ഭാഷ ഒറ്റയടിക്ക് ഈ ബോക്സ് ശരിക്കും പഠിച്ചാൽ തന്നെ എല്ലാവർക്കും പഠിക്കുന്നുണ്ടോ? നബിമാരുടെ പേര് മൂസ അലൈഹി സ്വലാം. അപ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ കിതാബ് ഏതാണെന്ന് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എഴുതണം തൗറാത്ത്. തൗറാത്തിൻ്റെ ഭാഷ ഇവിടെ ഇല്ല, ഇബ്രാനി. പിന്നെ ദാവൂദ് അലൈഹി സ്വലാം. കാരണം ദാവൂദ് അലൈഹി സ്വലാം വരാനുള്ള കാരണം എന്താ? ഇവിടെ സബൂർന്ന് വന്നിക്കണ്. അപ്പോൾ ഇവിടെ ഇപ്പുറത്തും ഒന്ന് കിട്ടിയാൽ മതി. ഒന്നുകിൽ പ്രവാചകനെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കിതാബിൻ്റെ പേര് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഭാഷ കിട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളത് കിട്ടണം. സബൂർ. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാം. അപ്പോൾ സബൂറിൻ്റെ ഭാഷ ഏത് വരും? യൂനാനി വരും. പിന്നെ ഇവിടെ വന്നത് ലാസ്റ്റ് സുരിയാനി എന്നാണ്. അപ്പോൾ ഈ സുരിയാനി ഏത് കിതാബിലാണ്? ഇഞ്ചീലിൻ്റെ ഭാഷയാണ് സുരിയാനി. അപ്പോൾ ഈ ഇഞ്ചിയിൽ ആർക്കാണ് ഇറക്കപ്പെട്ടത്? ഈസാ അലൈഹി ഇസ്ലാമിന്. പിന്നെ ലാസ്റ്റത്തെ കള്ളിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏതാ? ഖുർആൻ ഷരീഫ്. അപ്പോൾ ഖുർആൻ ഷരീഫിൻ്റെ ഭാഷ ഏതാണ്? അറബി. ഇതാണ് ഈ പാഠം ഏറ്റവും സിമ്പിൾ. എല്ലാ പാഠങ്ങളും സിമ്പിളാണ്. അതുപോലെ തന്നെ നാലാമത്തെ പാഠം. ഇനി നാലാമത്തെ പാഠം ഒരൊറ്റ കിതാബിനെ പറ്റിയുള്ളതാണ്. അത് ഖുർആൻ ഫുർഖാനുൽ അലീം, ഖുർആൻ ഷരീഫ്. അള്ളാഹു ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആനാണ്. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. 23 വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തീകരിക്കപ്പെട്ടത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും മാർഗനിർദ്ദേശമാണത്. മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതയ്ക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിൻ്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആൻ അവതരിക്കപ്പെട്ടതോടുകൂടി മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുകയും ചെയ്തു. ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവുന്നതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. നിയമാനുസൃതമല്ലാതെ അതിനെ ഓതാനും പാടില്ല. നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നാം മാത്രം ജീവിക്കുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതാണ് പാഠം. ഏറ്റവും നമ്മളെപ്പോഴും ഖുർആൻ ഓതുന്ന ഒരു പാഠമാണ്. എപ്പോഴും നമ്മൾ ഖുർആൻ ഓതാറുണ്ട്. ഉത്തരം: ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏതാണ്? അത് നമുക്ക് ഈ പാഠം വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഏതാ വരിക? ഖുർആൻ ഷരീഫ്.
പിന്നെ അടുത്തൊന്ന്, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? അപ്പോൾ 23 വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായത്. ഇവിടെ തന്നെയുണ്ട് ഖുർആൻ, ഈ പാഠത്തിൽ തന്നെ മുഴുവനും നീണ്ട് പറയുന്നുണ്ട്. ഖുർആൻ്റെ അവതരണം 23 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. അല്ലോ, 23 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. അപ്പോൾ 23 വർഷം കൊണ്ട് ഖുർആൻ പൂർത്തിയായി. 3, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ആണോ, ഖുർആൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. ഈ മാർഗനിർദ്ദേശമാണത് ചോദ്യത്തിലുള്ളതാണ്, അപ്പോൾ അത് വേണമെന്നില്ല. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. അടുത്തത്, ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ. അപ്പോൾ ഒരുപാട് നിയമങ്ങളും അതിൻ്റെ മര്യാദകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ എങ്ങനെ വെക്കണം, എവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ നിയമാനുസൃതമല്ലാതെ അത് ഓതാൻ പാടില്ല. നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം. അതിന് തൊടാനോ ചുംബിക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാല് നീട്ടാൻ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. ഇതൊക്കെ അഥവാ ഖുർആൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ള ഇവിടെ പോലുണ്ട്. അതിൻ്റെ മീതെ ഒന്നും വെക്കരുത്. 4 5 ഒന്നും പഠിച്ചാൽ, അതായത് ഏത് ചോദ്യം ആ ചോദ്യം വന്നാൽ ഏത് ഉത്തരം ഏതാ, എങ്ങനെ? ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കരുത്. ശുദ്ധിയില്ലാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടരുത്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. ഇങ്ങനെ ചുരുക്കിയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ വേണമെന്നില്ല. നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല എന്നാണ് ഇതിലുള്ളത്. അപ്പോൾ കാൽ നീട്ടരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്, തൊടരുത്, ചുമക്കരുത്. അങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. ഇന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് പഠിക്കും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിലുള്ള അറബി ഇന്നാ നഹ്നു ഡാഷ് തഹാഫിളു, ഇത് 100%, 99% എക്സാമിന് വരും. അറബി വരും, അല്ലെങ്കിൽ അർത്ഥം വരും. എന്താണത് ശ്രദ്ധിക്കുക. നോക്കൂ, ഈ ബോക്സിലുള്ളത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എന്താ അർത്ഥം? നിശ്ചയം അല്ലെങ്കിൽ തീർച്ചയായും പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇത്. ആദ്യം അറബി പഠിക്കുക, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എന്നിട്ട് അർത്ഥം പഠിക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം എല്ലാവർക്കും വളരെ സിമ്പിളായി, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നമ്മളെ 4 പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് വിടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ല് ബട്ടൺ നിൽക്കി ഈ ചാനലുമായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.